ഹായ് ഫ്രണ്ട്സ്, നമുക്കേ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ കണ്ടാലോ? ചോറ് വെച്ചു, പിന്നെ തേങ്ങ ഞാൻ മേടിച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കലാണ് പതിവ്. എല്ലാ കറിക്കും കൂടിയുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെന്ന് വെച്ചു. നമ്മുടെ മസൂർ ദാലില്ലേ, അത് നമുക്ക് ഹാഫാക്കിയിട്ടല്ലേ കിട്ടുക. ഇത് ഫുൾ മസൂർ ദാലാണേ. അതും മുരിങ്ങാക്കോലും ഇട്ട് ഒന്ന് വേവിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് മുരിങ്ങയിലയും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചു. അതിലേക്കൊരു തേങ്ങയുടെ ഒരു അരപ്പും കൂടി ചേർത്തപ്പോൾ മുരിങ്ങയില കറി റെഡിയായി. നല്ല കുഞ്ഞമത്തി കിട്ടിയായിരുന്നു, അതുകൊണ്ട് ഒരു പീര വെച്ചു. കുറച്ച് മത്തി എടുത്തങ്ങ് വറുത്തു. അങ്ങനെ മീൻ ഫ്രൈയും റെഡിയായി. നല്ല പച്ചപ്പപ്പായ കിട്ടിയായിരുന്നു, അതൊന്ന് തോരൻ വെച്ചു. കുറച്ച് മുരിങ്ങയില ബാക്കിയുണ്ട്, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എങ്ങനെയൊക്കെയെങ്കിലും മുരിങ്ങയില നമുക്കൊന്ന് വയറ്റി പോകണമല്ലോ. പപ്പടം കാച്ചി, എന്നാൽ പിന്നെ ഒന്ന് കഴിച്ചാലോ? ഈ തേങ്ങ അരച്ച കറിയിൽ വറ്റൽമുളക് ഇട്ട് താളിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണേ. ഇന്നലത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ അങ്ങ് ചോറിൻ്റെ കൂടെ വിളമ്പി. പിന്നെ തൈരില്ലാത്തൊരു പരിപാടിയില്ല. 2 പപ്പടം വെച്ചു, പിന്നെ വേണ്ട, ഒന്ന് മതി. ഈ മുളകില്ലേ, ഇതിങ്ങനെ എടുത്തങ്ങ് ഞെരിടണം. എന്നിട്ട് കുറച്ച് കറിയും കൂടെ കൂട്ടി ആ മീനിൻ്റെ ചാറും ആ മീൻ പീരയ്ക്കകത്തുനിന്ന് ഒരു കുഞ്ഞു കഷ്ണവും ഇച്ചിരി തോരനും അതും കൂട്ടി ആദ്യത്തെ ഒരു വായ. പിന്നെ ഇച്ചിരി മീൻ ചാറും ഇച്ചിരി പപ്പടവും. ആ ഫ്രൈ ചെയ്ത് വെച്ച മത്തിയില്ലേ, അതിനകത്ത് നിന്നൊരു കുഞ്ഞു കഷ്ണം കൂടി എടുത്ത് ഒരു വായം കൂടി, പിന്നെ ഇച്ചിരി തൈരും കൂട്ടി ഒരു വായ. അപ്പം എങ്ങനെയാ, കഴിക്കല്ലേ? എന്നാൽ ശരി കേട്ടോ.